ഹലോ ഗായ്സ്, അങ്ങനെ ഒരു ഓണക്കാലം കൂടി നമുക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് അത്തച്ചമയമാണ്. ഇവിടെ മുതൽ നമുക്ക് ഓണം സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ എൻ്റെ അത്തച്ചമയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഞാൻ എന്താ പൂക്കളം തീർക്കാനായിട്ട് ചെറിയ പൂത്തറയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത പൂത്തറയാണ്. അതിൽ ചാണകമൊക്കെ മെഴുകി നമ്മളിതാ പൂക്കളിടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പുറത്തുനിന്നൊന്നും പൂക്കൾ മേടിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലുള്ള ചെമ്പരത്തിയും റോസ് പൂവും ഒക്കെ വെച്ചിട്ട് തന്നെ ഒരു നാടൻ രീതിയിലുള്ള പൂക്കളം ഒരുക്കാമെന്ന് വിചാരിച്ചു. ഈ ഓണം, വിഷു എന്നൊക്കെ പറയുന്നത് വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിൽ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ എൻ്റെ പറമ്പിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ള പൂക്കളൊക്കെ തേടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ തുമ്പപ്പൂ കിട്ടുമെന്ന് അറിയാനാണ് ഞാൻ ഈ പറമ്പിൽ ഇങ്ങനെ തിരഞ്ഞു നോക്കിയത്. പക്ഷേ ഒറ്റ തുമ്പപ്പൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മഹാബലി തമ്പുരാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണല്ലോ തുമ്പപ്പൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയില്ല. പകരം എനിക്ക് മുക്കുറ്റി കിട്ടിയിരുന്നു. മുക്കുറ്റിയൊക്കെ റെയറായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് വെച്ചിട്ട് പൂക്കളം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ പൂക്കളത്തിൽ ഞാൻ മുക്കുറ്റി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു നാടൻ പൂക്കളം ആണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള പൂക്കൾ വെച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു പൂക്കളാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അത്തം ദിനം ആശംസകൾ.